ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് കണ്ണടച്ചു പറയാം, നീറ്റ് പരീക്ഷയാണെന്നുള്ളത്. ഈ നീറ്റ് പരീക്ഷ എഴുതുന്നതിൽ അല്ലേ, അതിനകത്ത് 22 ലക്ഷത്തോളം ആളുകളാണ് ഈ പരീക്ഷ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതിയ ചരിത്രമുണ്ട്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഈ പരീക്ഷ എഴുതുന്ന, അതിൽ ക്വാളിഫൈഡ് ആകുക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം പകുതി ആൾക്കാർ തോറ്റുപോകുന്ന പരീക്ഷയാണ്. അപ്പോൾ ഇത്രയും കഠിനമായിട്ടുള്ള ഈ പരീക്ഷ എഴുതി അതിനകത്ത് മികച്ച വിജയം നേടി വരുന്നവരെ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തീവെട്ടി കൊള്ളയ്ക്ക് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. കാരണം നമുക്കറിയാം ഗവൺമെൻറ് കോളേജുകളിലൊക്കെ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണുള്ളത്. പിന്നീട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ പലപ്പോഴും മാർക്ക് അല്പം പിറകിലേക്കാണെങ്കിൽ, ഈ ക്വാളിഫൈഡ് ആയതിൽ കുറച്ച് മാർക്ക് പിറകിലേക്കാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണങ്ങളാണ്. ഞാൻ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ പ്രതികരിക്കേണ്ട കാര്യങ്ങളടക്കം ഞാൻ ഇന്നത്തെ പറയുന്നുണ്ട്. 5 പോയിൻ്റാണ് പറയുന്നത്. നമുക്കറിയാം മെഡിക്കൽ കോളേജുകൾ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ശതം 13,000-ൽ പരം സീറ്റുകളുള്ള ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡീംഡ് മെഡിക്കൽ കോളേജാണ്. നമുക്കറിയാം ഗവൺമെൻറ് കോളേജുകളുണ്ട്, ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. പിന്നീടുള്ള ഒരു ഗണം ഏതാണെന്ന് വെച്ചാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡീംഡ് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തെ അവറേജ് ഫീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 5 ലക്ഷം രൂപയാണ് കൂടിയിരിക്കുന്നത്, അവറേജ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ഒരു ഫീസിൻ്റെ ചേഞ്ചാണ്. നമുക്കറിയാം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ മെഡിക്കൽ രംഗത്ത്, പ്രത്യേകിച്ച് മെഡിക്കൽ അഡ്മിഷനിൽ ഒരു ബൂമുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ കാരണങ്ങളെല്ലാം തന്നെ ഈ വർഷം അത്ര പ്രസക്തമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഒരു MBBS അഡ്മിഷൻ കിട്ടുക എന്ന അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ വലിയ തുക കൊടുത്ത് മെഡിക്കൽ അഡ്മിഷൻ എടുക്കുക എന്ന അപ്പുറത്തേക്ക് നിങ്ങൾ ഇമോഷണലി ചിന്തിക്കാതെ തീർച്ചയായിട്ടും അതിൻ്റെ വരും വരായികളും അതേപോലെ സാമ്പത്തികപരമായിട്ടുള്ള പ്ലാനിങ്ങും ചെയ്തിട്ട് മെഡിക്കൽ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കൽ സീറ്റ് കിട്ടും, പക്ഷേ വലിയ സാമ്പത്തിക ഭാരങ്ങൾ അത് പിന്നീട് നമുക്ക് ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ പിന്നാലെ അത് കൊണ്ടുതരും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഇമോഷണലി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഒരു സ്വപ്നം ഫുൾഫില്ല് ചെയ്യണം എന്ന് കരുതി ഇല്ലാത്ത പണം ഉണ്ടാക്കി വലിയ ഫീസ് കൊടുത്തെടുക്കരുത്. കാരണം അതിനുള്ള വാല്യൂ ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ നമ്മൾ പോയിട്ട് പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു 25 ലക്ഷം രൂപ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 15 ലക്ഷം രൂപയുടെ ക്വാളിറ്റി ഉള്ള കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ അധികം മുടക്കുന്ന തുക നിങ്ങൾക്ക് ഒരിക്കലും അത് നിങ്ങളുടെ വാല്യൂ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വർഷമൊക്കെ ഒരുപാട് ഫീസുകളാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വർഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് സീറ്റുകൾ വേക്കൻസി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ വർഷം 1 ലക്ഷം പേര് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടില്ല. കാരണം പരീക്ഷ എഴുതുന്നതിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തിൽ അത്ര അധികം ആളുകൾ എഴുതിയിട്ടില്ല. ഈ വർഷം പരീക്ഷ എഴുതിയതിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അപേക്ഷിച്ച് ആദ്യ റൗണ്ടിൽ എഴുതിയതിൽ നിന്ന് 2 ലക്ഷത്തോളം ആൾക്കാർ പിൻവാങ്ങി. അതുകൊണ്ട് 1 ലക്ഷത്തോളം ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടില്ല. ആ കുട്ടികൾ കൂടെ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം 213 എന്ന് പറയുന്ന ആ കട്ട് ഓഫ് ഉണ്ടല്ലോ, ആ കട്ട് ഓഫ് ഒരു 150-ലോ 160-ലോ വന്നിരുന്നേനെ. അപ്പോൾ കുട്ടികൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട് ഓഫ് ഉയർന്നുണ്ട്. ആ കുട്ടികൾ കുറഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് 213-ലേക്കായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ ഫീസ് കൊടുത്ത് എടുക്കാനുള്ള, അല്ലെങ്കിൽ മാർക്ക് പിറകിലേക്ക് പോകുന്നവരാണ് കൂടുതൽ പണം കൊടുത്തെടുക്കുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ അത്തരം സാഹചര്യം ഇപ്രാവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ഫീസുകൾ 1.5 കോടിയോ 1.40, 1.30 ഒക്കെ കൊടുത്തെടുക്കുന്ന ആളുകളുടെ എണ്ണം തീർച്ചയായിട്ടും കുറവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2023-ലേക്ക് പോലെ വലിയ നമ്പർ ഓഫ് സീറ്റുകൾ മിച്ചം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് വളരെ ഉയർന്ന ഗ്രീഡി ആയിട്ടുള്ള കുട്ടികൾക്ക് വാങ്ങിക്കുന്ന ആ പണം അവർക്ക് വാല്യൂ അഡിഷൻ നൽകാത്ത കോളേജുകളിലെല്ലാത്തിലും ഈ വർഷം സീറ്റുകൾ മിച്ചം വരാനുള്ള സാധ്യതയുണ്ട്. അത് ലാപ്സ്ഡ് കോട്ട സീറ്റിലേക്ക് പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഈ വർഷം വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. 1 ലക്ഷത്തിനടുത്ത് കുട്ടികൾ ഈ വർഷം കുറവാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീറ്റ് കിട്ടാനൊന്നും റഷ് ആവേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്താൽ മതിയാകും. നിരവധി ഓപ്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു എക്സ്പെർട്ടായിട്ട് നമ്മൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്,
കഴിഞ്ഞ വർഷത്തെ ശരാശരി ഫീസ് എന്ന് പറയുന്നത് 22,97,000 രൂപയാണ് ഡീംഡ് കോളേജുകളിൽ 60ഓളം വരുന്ന കോളേജുകളുടെ അവറേജ് ഫീസ് ഉള്ളത്. എന്നാൽ ഈ വർഷം 28,34,000 ഉയർന്നിരിക്കുന്നത്. 5 ലക്ഷത്തി ചില്ലാനം ഫീസാണ് അവറേജ് ആയിട്ട് കൂടിയിരിക്കുന്നത്. ചില കോളേജിൽ 5 ലക്ഷം, ചില കോളേജിൽ 4 ലക്ഷം, 3 ലക്ഷം, ക്വാളിറ്റി ഇല്ലാത്ത കോളേജുകൾ വരെ 5 ലക്ഷം രൂപയൊക്കെയാണ് കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയ എമൗണ്ടിലേക്ക് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫീസ് ഫിക്സേഷൻ നടന്നിരിക്കുന്നത് ആർക്കും അറിയില്ല. കാരണം ഇപ്രാവശ്യം ഡിമാൻഡ് ഉണ്ട് എന്ന് കരുതിയിട്ട് അങ്ങ് ഫീസ് കയറ്റിയിരിക്കുകയാണ്. കാരണം ഈ 1.5 കോടി രൂപയൊക്കെ കൊടുത്ത് സാധാരണ അവറേജ് എന്താണ് ഒരു 75 ലക്ഷം രൂപയുടെയൊക്കെ ബജറ്റിൽ കിട്ടുന്ന കോളേജിൻ്റെ ക്വാളിറ്റിയുള്ള കോളേജിൽ 1.5 കോടി രൂപ മുടക്കിയൊന്നും എടുക്കേണ്ട യാതൊരുവിധ സാധ്യതയുമില്ല. കാരണം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം വെൽ അവെയർ ആകണം എന്നുള്ളതും കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് വാല്യൂ ഉണ്ടാവണം. ഇല്ലാത്ത കോളേജിൽ പോയി അത്തരം കൊടുത്ത് നിങ്ങൾ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ട യാതൊരുവിധ സാഹചര്യവും ഇപ്പോൾ ഇല്ല. കാരണം നമുക്കറിയാം MBBS സീറ്റുകൾ ഇന്ത്യയിൽ കൂടിക്കൂടി വരുവാണ്. ഈ വർഷം ഇതിനോടകം തന്നെ 9,911 സീറ്റുകൾ ഇപ്പോൾ സ്റ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഇനിയും സീറ്റ് കൂടാൻ പോവുകയാണ്. അടുത്ത വർഷം ഇനിയും കൂടും. ഈ വരുന്ന 5 വർഷം കൊണ്ട് 75,000 സീറ്റുകളാണ് ഇന്ത്യയിൽ കൂടാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും സീറ്റുകൾ കുറയുകയല്ല. ആരും ഡിമാൻഡ് അല്ലെങ്കിൽ ആരും ധൃതിപ്പെട്ടോ ടെൻഷൻ അടിച്ചോ മെഡിക്കൽ അഡ്മിഷനിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. ഇനി പ്രത്യേകിച്ച് അടുത്ത വർഷം ഓൺലൈൻ പരീക്ഷയാവാൻ പോവുകയാണ്. കുറച്ചുകൂടെ ഈസിയാണ് നന്നായിട്ട് സ്കോർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അല്ലേ. കാരണം തെറ്റുകൾ വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാം ഓൺലൈനിൽ കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സംവിധാനം. അപ്പോൾ തെറ്റുകൾ വന്നാൽ പോലും മാറ്റാനുള്ള സംവിധാനം നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. ആരും ടെൻഷൻ പിടിച്ച് ഇല്ലാത്ത ഡിമാൻഡിൽ തല വെച്ച് കൊടുക്കേണ്ട യാതൊരുവിധ കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം ഈ പറഞ്ഞ കോളേജുകളിൽ ട്യൂഷൻ ഫീസേ ഇത്രയാണ്. ഹോസ്റ്റൽ ഫീസും മിസലേനിയസും ഫീസൊക്കെ കുത്തനെ കയറ്റിയിരിക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷത്തിൽ ചുറ്റാനുള്ള കോളേജുകളിലൊക്കെ 3 ലക്ഷം വരെയൊക്കെയാണ് മറ്റെല്ലാ വക അഡീഷണൽ ഫീസുമായിട്ട് വരുന്നത്. അതാരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. എക്സ്ട്രാ ഫീസുകൾ കൂടിക്കൂടി വരുന്നുണ്ടെന്നുള്ളതാണ്. അതൊന്നും നമ്മളുടെ MCCയുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ കാണില്ല. ഈ കോളേജിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഏതെങ്കിലും ഒരു മൂലയ്ക്കോ അല്ലെങ്കിൽ ഉള്ളിൽ കയറി നമുക്ക് മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒഫീഷ്യൽ MCC ഡോക്യുമെൻറ്റിലൊന്നും നമുക്കത് കാണാനും സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫീസ് മാത്രമല്ല കൂടിയിരിക്കുന്നത്, ഈ പറഞ്ഞ മിസലേനിയസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, എക്സിറ്റ് ആകുമ്പോൾ ഫീസ്, എന്തെല്ലാം ഫീസുകളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇതിലൊന്നും പലതും ഒരു റീസണബിളും അല്ല, ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. കാരണം കുട്ടികൾ അലോട്ട്മെൻറ്റിൽ വരുന്നു, അവരിടുന്നത് വാങ്ങിച്ചെടുക്കാൻ എളുപ്പമാണ് എന്നുള്ള ഏക കാരണം കൊണ്ട് മാത്രമാണ്. കാരണം പോകുന്നവരൊക്കെ ഒരു മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ എത്ര രൂപ പറഞ്ഞാലും കൊടുക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വലിയ ഫീസിൻ്റെ ആ ഒരു കൊള്ള ഈ വർഷം അവസാനിക്കും. കാരണം 2022, 2021, 2023 വരെയൊക്കെ ഇതുപോലെ ഇത്രയും വലിയ ഫീസുകൾ വരുന്ന കോളേജിൽ അവസാനം ആളുകൾ എടുക്കാനില്ലാതാവുകയും ലോ ഫീ പാക്കേജിന് കോളേജുകൾക്ക് എത്രയോ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുത്ത് അഡ്മിഷൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം അന്നത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോഴും വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. പാരൻസ് വിജിലൻ്റ് ആവുക എന്നതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജിയോ പൊളിറ്റിക്സ്, ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഏണിംഗ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളുള്ള രാജ്യങ്ങളെല്ലാം ഇന്ന് പലതരം പ്രശ്നങ്ങൾ നേരിടുകയാണ്. അവരെല്ലാവരും തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ, ഒരു അസ്ഥിരത എന്താണ് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നത് അറിയുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തന്നെ ആ സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം നല്ലൊരു ശതമാനം ആളുകൾ, ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലും അതേപോലെ റിമിറ്റൻസ് കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ അസ്ഥിരതകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഫീസ് പ്രതീക്ഷിക്കുന്ന കോളേജിൽ, അതായത് ക്വാളിറ്റി ഇല്ലാത്ത കോളേജിൽ വലിയ ഫീസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോളേജുകളിലേക്ക് ഇവർ ബുദ്ധിപരമായിട്ട് ആ ചോയ്സുകൾ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കോളേജുകളിലൊക്കെ ധാരാളമായിട്ട് സീറ്റുകൾ മിച്ചം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പാരൻസ് വളരെ ശ്രദ്ധിച്ച് ഈ വിജിലൻ്റായിട്ട് ഈ വക കൊള്ളകൾക്കെതിരെ, ഈ ഒരു അനീതിക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫീസ് ഈ വർഷം തന്നെ കുറഞ്ഞു കിട്ടും. അത്തരത്തിൽ കിട്ടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ പോലെ അന്യായമായിട്ട് ഫീസ് ഉയർത്തി വെച്ചിരിക്കുന്നത്. ന്യായമായിട്ടുള്ള ഫീസ് നമുക്കറിയാം 20 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഒരിക്കലും ഒരു സീറ്റ് പോലും മിച്ചം വരില്ല. അത് ആർക്കും അധികം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് വലിയ ബാധ്യതകൾ ഉണ്ടാവില്ല. പക്ഷേ അതിൽ കൂടുതൽ 25-30 ലക്ഷം എന്നൊക്കെ പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ടാക്കും. അതുകൊണ്ട് ഈ വർഷം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് സാമ്പത്തിക രംഗം കുറച്ച് പ്രയാസമൊക്കെയായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലേക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. തീർച്ചയായിട്ടും ഇത്രയും അധികം എക്സ്ട്രാ ഫീസ് കൊടുക്കുന്നത് അതിനകത്ത് ഒരിക്കലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വിദൂര ഭാവിയിൽ മാത്രമാണ്. അപ്പോൾ അതെല്ലാവരും വിജിലൻ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വർഷം അതിലേക്കും സാധ്യത കാണുന്നില്ല. ഉറപ്പായിട്ടും ലാബ്സിൽ സീറ്റ് വരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. ഇനി നാലാമത്തെ
മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സീറ്റുകളുടെ എണ്ണം കൂടുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഈ വർഷങ്ങളിൽ വലിയ നമ്പർ ഓഫ് സീറ്റുകൾ കൂടിയിട്ടുണ്ട്. ഈ വർഷം തന്നെ 9911 സീറ്റുകളും സ്റ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഈ വരും വർഷങ്ങളിൽ 75,000-ഓളം സീറ്റുകളാണ് വരാൻ പോകുന്നത്. അതും നല്ല കോളേജുകളിൽ കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിലായിരിക്കും കൂടുതലായിട്ട് വരാനും പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ സീറ്റുകൾ കൂടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഈ വർഷമേ MBBS കിട്ടുകയുള്ളൂ, ഇനി അങ്ങോട്ട് കിട്ടാൻ പ്രയാസമാണ്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് മാറ്റി വെച്ചോളൂ. ഒരു ബെസ്റ്റ് റാങ്ക് ഉണ്ടെങ്കിൽ തന്നെയും കുറഞ്ഞ ഫീസിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വർഷം എടുത്തില്ലെങ്കിൽ മെഡിക്കൽ സീറ്റ് കിട്ടില്ല, അടുത്ത വർഷം എങ്ങനെയാവുമോ എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം ഓൺലൈനായിട്ടാണ് അടുത്ത വർഷമൊക്കെ പരീക്ഷ നടത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ വരുന്നത്, തെറ്റുകൾ നമുക്ക് ഉണ്ടാവുന്ന അവോയ്ഡ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടുകയാണ്. അപ്പോൾ കൂടുതൽ ബെറ്റർ മാർക്സ് കിട്ടാനും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യം ഇതിനോടനുബന്ധിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പം വരുന്ന സീറ്റുകൾ, ഒരുപാട് സീറ്റുകൾ കൂടിയിട്ടുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള സീറ്റ് അല്ലെങ്കിൽ ഫീസ് പാക്കേജിൽ സീറ്റ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട്. കാരണം ഇന്ത്യയിൽ ഒരുപാട് കോളേജുകൾ വന്നിരിക്കുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മേഖലയിലാണ്. ഇതിൽ 70 മുതൽ 80 ലക്ഷം രൂപ വരെ ഫീ പാക്കേജിൽ ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും മിസലേനിയസും AC ഹോസ്റ്റൽ സഹിതം ഈ പാക്കേജിന് കിട്ടുന്നുണ്ട്. ഇതേപോലുള്ള കോളേജ് ഡീംഡ് കോളേജിലാണെങ്കിൽ 1,30,00,000 1,40,00,000 ലക്ഷം രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. കാരണം 75 ലക്ഷം രൂപയുടെ ക്വാളിറ്റിയുള്ള കോളേജിൽ ഫീസ് കിടക്കുന്നത് 1,30,00,000 ഇപ്രാവശ്യം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ പാക്കേജുകളുണ്ട്. നിങ്ങളുടെ ഒരു മാർക്ക് 360 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്താം. ഇനി അതല്ല 300 മാർക്കേ ഉള്ളെങ്കിൽ പോലും കുറച്ചുകൂടെ ഫീസ് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സീറ്റുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുക. കാരണം ഒരു സാധാരണ ഒരു ഡീംഡ് കോളേജിൽ, ഈ ഊതിപ്പെരിപ്പിച്ച ഡീംഡ് കോളേജിലൊക്കെ പോയിട്ട് നമ്മൾ വലിയ പണം കൊടുത്ത് പഠിപ്പിക്കുന്നതിന് പകരം നല്ല കോളേജിൽ അല്ലെങ്കിൽ അതുപോലെ ക്വാളിറ്റിയുള്ള കോളേജുകൾ ഏതാണ്ട് 30-40 ലക്ഷം രൂപ കുറഞ്ഞ് കിട്ടുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ അതിനകത്തേക്ക് പോകുന്ന, ഒരുപാട് പേര് അതിനകത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വർഷം ഡെഫിനറ്റ്ലി വലിയൊരു ശതമാനം സീറ്റും ലോ ഫീ പാക്കേജിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്, ഈ മെഡിക്കൽ എന്ന് പറയുന്നത് സ്വപ്നമാണ്. പക്ഷേ ഇമോഷണലി അല്ല ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു പ്ലാനിങ്, ആ ഒരു കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ വന്നു ചേരും. നമ്മളതിന് എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട സാഹചര്യം വരും. നമുക്കറിയാം മെഡിക്കൽ എന്നൊക്കെ പറയുന്നത് പിന്നീട് ഒരുപാട് ഈ സമൂഹത്തിന് പോലും ആവശ്യമായിട്ടുള്ള, അല്ലേ, ഒരു സമൂഹത്തിൻ്റെ ഒരു സ്വത്തായിട്ട് മാറുന്നതാണ് ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരുപാട് സാമ്പത്തിക സമ്മർദ്ദം അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ദോഷവശം ആ സമൂഹത്തിന് ഉണ്ടാവും. കാരണം അവർ സമ്മർദ്ദപ്പെട്ട, സ്വാഭാവികമായിട്ടും അവർ ചൂഷണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വലിയ സമ്മർദ്ദങ്ങൾ ഒരു സമൂഹത്തിന് കൊടുക്കാൻ നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ ഒരിക്കലും ഇമോഷണലി അല്ല ഡിസിഷൻ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ബജറ്റിങ്ങിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്താൽ പോലും ഇനിയും അവസരങ്ങൾ വരുന്ന സാഹചര്യമാണുള്ളത്. സീറ്റുകളുടെ എണ്ണം കൂടുകയാണ്. നമ്മളൊരു ഇമോഷണലി ഈ വർഷം ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ഈ ഡീംഡ് കോളേജുകളുടെയൊക്കെ പ്രഷറുകളിൽ ഇപ്പോൾ കൊണ്ടുവന്ന് 5 ലക്ഷം രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ DD അടയ്ക്കണം, സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം, ഇതിലൊന്നും വീണ് പോകേണ്ട യാതൊരുവിധ കാര്യമില്ല. നമുക്കറിയാം ഓൺലൈനിലുള്ള പ്രോസസ്സ് വഴിയാണ് ഇന്നത്തെ ഉള്ളത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇത്തരം DD വാങ്ങിച്ച ആളുകൾക്കും പലർക്കും പിന്നീട് വലിയ നിരാശയായിരുന്നു. കിട്ടേണ്ടിയിരുന്ന പല കോളേജുകളും കിട്ടാതെ പോയി. കാരണം ഒറ്റ കോളേജിൽ ചോയ്സ് വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തു. കാരണം എന്താ, DD കൊണ്ടുകൊടുത്തു, സർട്ടിഫിക്കറ്റ് കോളേജിൽ കൊണ്ടുകൊടുത്തു, എന്ത് സംഭവിച്ചു, കട്ട് ഓഫ് താഴ്ന്നു പോയപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി. പല സീറ്റുകളും അതിനേക്കാട്ടിയും കുറഞ്ഞ ഫീസിൽ പോലും കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പോൾ ഇന്ന് കൊണ്ടേ അടയ്ക്കും, നാളെ പൈസ കൊണ്ട് അടയ്ക്കണം, അല്ലെങ്കിൽ സീറ്റ് ഇപ്പം തീരും എന്ന് പറയുന്നതിൽ യാതൊരുവിധ കഴമ്പുമില്ല. എല്ലാം പ്രോസസ്സും ഓൺലൈനിലാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു ഫീസ് കുറഞ്ഞ രീതിയിലായിരിക്കണം. പലപ്പോഴും ഇപ്പോഴും ആളുകൾ ഡൊണേഷൻ ഉണ്ടെന്ന് കേട്ട് പോകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം ഓൺലൈനിലൂടെ പ്രോസസ്സിലൂടെ പോകുമ്പോഴത്തേക്ക് ഡൊണേഷൻ എന്ന് പറയുന്ന പ്രോസസ്സേ ഇല്ല. നമ്മളൊക്കെ ഇതിൻ്റെ ഒരു ഗൈഡൻസ് കൊടുക്കുന്നത് ആ ഫീസിനെക്കാട്ടി കുറഞ്ഞ ഫീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു മികച്ചൊരു അവസരം എന്ന് പറയുന്നത്. അല്ലാതെ ആ ഫീസിൻ്റെ മുകളിലൊരു ഡൊണേഷൻ അടയ്ക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ അത് അഭികാമ്യമല്ല. അതെല്ലാം നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇത്തരം ആ ഒരു സമ്മർദ്ദങ്ങൾ വീണു പോകേണ്ട കാര്യമേ വരുന്നില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റ് ആക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടില്ലാത്ത, അല്ലെങ്കിൽ സ്ട്രക്ചർഡ് ബഡ്ജറ്റിൽ പോലും ഇല്ലാത്ത കോളേജുകളിൽ പോയി ചേരാൻ നിർബന്ധരാവേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചോദിക്കുക.
കാരണം 30 ലക്ഷം രൂപയൊക്കെ വെച്ചിരിക്കുന്ന കോളേജ്, 15 ലക്ഷം രൂപയുടെ ക്വാളിറ്റിയുള്ള കോളേജിൽ 30 ലക്ഷം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് നെഗോഷിയേറ്റ് ചെയ്യുക. 15 ലക്ഷത്തിന് കിട്ടുമോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ 18 ലക്ഷത്തിന് കിട്ടുമോ എന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ പോകണ്ട എന്ന് വെക്കുക. അടുത്ത വർഷത്തേക്ക് കൂടുതൽ നന്നായി പഠിച്ച് കുറച്ചും കൂടി ബെറ്റർ കോളേജിലേക്ക് കയറാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളതിനകത്ത് വീണ് പോകേണ്ട യാതൊരുവിധ സാഹചര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം കമ്പാരിസൺ ചെയ്യുക. ഹോസ്റ്റലിൻ്റെ ഫീസ് കമ്പാരിസൺ ചെയ്യുക, നിങ്ങൾക്ക് അനുകൂലമാവുന്നുണ്ടെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിലും ഒരുപാട് അവസരങ്ങളുണ്ടാവും. അത് നിങ്ങൾ കണ്ടുപിടിക്കാത്തതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വീണു പോകേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം 2020, 2021, ഞാൻ നേരത്തെ പറഞ്ഞ 2023 വരെയൊക്കെ വലിയ നമ്പർ ഓഫ് സീറ്റുകൾ മിച്ചം വന്ന് അതെല്ലാം കുറഞ്ഞ ഫീസിലേക്ക്, ലാബ്സ്ഡ് സീറ്റിലേക്ക് പോവുകയും കുറഞ്ഞ ഫീസിലേക്ക് ഒത്തിരി പേരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം വരെ എല്ലാവിധ കാര്യങ്ങളും ഇപ്രാവശ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചൂഷണത്തിന്, വലിയ ഫീസ് കൊള്ളയിലേക്ക് നിങ്ങൾ നിന്നു കൊടുക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങളെപ്പോലെ സമാനമായിട്ടുള്ള ആ ഒരു പ്രയാസം, അല്ലെങ്കിൽ മെഡിക്കൽ എന്ന് പറഞ്ഞ സ്വപ്നം മനസ്സിൽ വെച്ച് നടന്ന്, നമുക്കറിയാം അത് ഒത്തിരി പഠിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 20 ലക്ഷം രൂപയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ടാസ്ക്കാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചും വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ എത്തിച്ച് നോക്കുമ്പോൾ ആ ഫീസൊക്കെ കുത്തനെ കൂടുമ്പോൾ അത് വലിയ മനപ്രയാസം ഉണ്ടാക്കും. വീണ്ടും പറഞ്ഞ പോലെ ഈ ഒരു ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ ഈ സമൂഹത്തിൻ്റെ ഒരു അസറ്റാണ്. അവരെ കൂടുതൽ സമ്മർദ്ദപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് NMCയുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ടുള്ള പകുതി സീറ്റിൽ മെറിറ്റ് സീറ്റിലേക്ക് ആക്കുകയോ, അല്ലെങ്കിൽ ഇതൊരു നോൺ പ്രോഫിറ്റായിട്ട് നടത്തേണ്ട ഒരു മേഖലയാണ് മെഡിക്കൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ലോ ഫീസിലേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഗൈഡൻസിനായിട്ട് കോളേജിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മുൻ വർഷങ്ങളൊക്കെ ഒത്തിരി പേർക്ക് ഇതേപോലെ ലോ ഫീ പാക്കേജ് അഡ്മിഷൻ നമ്മൾ വാങ്ങി നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് ഉടൻ തന്നെ കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബെസ്റ്റ് വിഷസ്.